ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്ത ശേഷം കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ മുകൾ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഒരു ലെയർ ഒന്ന് പൊക്കിയിട്ട് വേണം, അതായത് സാധാരണ വയ്ക്കുന്നതെന്നും കോർണർ ഭാഗത്തോട്ട് എത്തുമ്പോൾ കുറച്ച് ക്രീമൊന്നും അധികം വെച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും നമുക്കത് പെർഫെക്റ്റായിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിന് ശേഷം ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് എടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ മുകൾ ഭാഗം ആദ്യം ഷേപ്പ് ചെയ്തിട്ട് വേണം സൈഡിലോട്ടുള്ള ഭാഗത്തോട്ട് സ്ക്രാപ്പർ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രാപ്പറോ ഇതുപോലത്തെ ഒരു ATM കാർഡോ എന്ത് വേണോ ഉപയോഗിച്ച് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലൊരു കാർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെച്ച് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലൊരു കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സൈഡൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. കേക്കിലോട്ട് കാർഡ് വയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പർ വയ്ക്കുമ്പോഴത്തേക്കും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ വയ്ക്കണം, അപ്പോഴായിരിക്കും നന്നായിട്ട് ലെവൽ ചെയ്യാൻ പറ്റുന്നത്. അതിന് ശേഷം ഇതേപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ച് തന്നെ മുകളിലോട്ട് കുറച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്രീം മുകളിലോട്ട് വരുമല്ലോ, അപ്പോൾ അതിന് ഇതേപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ച് തന്നെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഓരോ പ്രാവശ്യവും എടുത്ത് മാറ്റിയിട്ട് സ്ക്രാപ്പറിലുള്ള ക്രീം മാറ്റിയതിന് ശേഷം വേണം അടുത്ത സ്ക്രാപ്പർ കേക്കിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു നോസിൽ ഉപയോഗിച്ച് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം ഇതുപോലെ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഈ കേക്ക് കൊടുക്കുന്നത്. കുറച്ച് ഷുഗർ ബോൾസും വച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ താഴെ ഒരു ചെറിയ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോസിലൊന്നും കയ്യിലില്ലാത്തവർ ഒട്ടും പേടിക്കേണ്ട, നമുക്ക് നോസിലൊന്നും ഉപയോഗിക്കാതെ കേക്ക് നല്ല ഡിസൈനൊക്കെ കൊടുത്തെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ് ഞാൻ ഈ ഒരു കേക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സ്ക്വയർ കേക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.